ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഈ കാണുന്ന നല്ല മുട്ടക്കറിയാണേ. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ? നമുക്ക് നോക്കാം. നോക്കുന്നതിന് മുമ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്ക്. പാവല്ലേ, ചെയ്തേക്കണോ? അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് സവോള, ഇഞ്ചി, ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 10 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില, മുളക് 3 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് 3 സവോളയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തക്കാളി എടുത്തിട്ടുള്ളത്. അതിലേക്കിനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, നമ്മളിവിടെ ഇത് സവോള എടുക്കുന്നത് മുട്ടയുടെ എണ്ണമൊക്കെ കണക്കാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണല്ല, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായിട്ട് ഇളക്കി ചേർക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് എത്ര വിസിൽ വരെ? 3 വിസിൽ വരെ കേൾപ്പിക്കാമേ. അപ്പോൾ നമുക്ക് വിസിൽ കേട്ടിട്ട് തുറക്കണം. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ട് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പറയാൻ മറന്നൊരു കാര്യമാണ്, കുക്കറിൽ സാധനം വയ്ക്കുക. സാധനം വച്ച് എണ്ണയും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം തീ കത്തിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് പൊളിച്ച് കൊണ്ടുവരാം. 5 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. ഇതിലേക്ക് പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ചൊരു ആവശ്യത്തിന് ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കുക. എന്നുവെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ മുട്ട ഒന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മുട്ടയുടെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കിനി അത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. മുട്ടയുടെ പുറത്ത് സൈഡിനൊക്കെ ചെറുതായിട്ട് കളറ് മാറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ കോരി മാറ്റിയാൽ മതി. ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ഇടുകയാണ്. നമ്മൾ ഇഞ്ചി ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇടുക. കാരണം അല്ലെങ്കിൽ ഇഞ്ചി പച്ചയ്ക്ക് ഇരിക്കും. ഓക്കെ, നമ്മുടെ ഇഞ്ചി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അത് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അങ്ങനെയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്.
അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഉള്ളി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും മിക്സാക്കി വയ്ക്കുക. അതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചാറ് ആവശ്യത്തിന് വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ചാറ് എത്ര വേണോ അത് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ചാറിനനുസരിച്ച് ഒഴിക്കാം. ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മൈ ഗോഡ്, ഞാൻ കറി അങ്ങനെ കൊട്ടു. വാവ്, കൊള്ളാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടക്കറി. നല്ല മുട്ടക്കറിയും നല്ല ചൂടുള്ള ദോശയും അപ്പം കൂടെ കൂട്ടി കഴിക്കുക. നല്ല രുചിയാണ്. ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക.